അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഓക്കെ. നിർമ്മല എൻ രമണി, നിങ്ങളുടെ ആ. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പിലോട്ട് വന്നപ്പോൾ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നു? വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യാനുള്ള നമുക്കൊരു ഒരു എനർജി കിട്ടുന്നുണ്ട്. കാരണം നമ്മളെല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന ഏത് ലെസണാ ചെയ്തേന്നുള്ളതും പിന്നെ അതിന് വരുന്ന വ്യത്യാസങ്ങളും അങ്ങനെ നമുക്ക് പിച്ച് സ്കോർ ആണെന്നുണ്ടെങ്കിലും എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് ലെവലിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു തരം ഒരു മടിയുണ്ട്. എനിക്ക് പൊതുവെ ഒരു മടിയുണ്ടുള്ള ആളാ ഞാൻ. അപ്പോ ഇതിങ്ങനെ വന്നപ്പോ ഞാൻ നമുക്കതൊരു ചെയ്യാനുള്ള വളരെയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഇതൊരു നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് സാർ ഇങ്ങനെയൊരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ചെയ്തു തന്നത്. ഓക്കെ. ഐ തിങ്ക് രണ്ടുപേർക്കും അത് മ്യൂച്വലി ഹെൽപ്ഫുൾ ആകുന്നു അല്ലേ? തീർച്ചയായിട്ടും സാർ, തീർച്ചയായും. ഓഡിബിൾ ആണ് സാറേ? ഓഡിബിൾ ആകുന്നു. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ അത് പോട്ടെ, സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. പിന്നെ പിച്ച് ആപ്ലിക്കേഷൻ, രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. രണ്ടുപേരും നിങ്ങൾക്ക് കംഫർട്ടബിളായ നിങ്ങളുടെ ഫോണിൽ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. അതിനകത്ത് ഗ്രോത്ത് ഉണ്ടാകണം, രണ്ടുപേരും ഗ്രോത്ത് ഉണ്ടാക്കണം എന്നുള്ളതേ ഉള്ളൂ, ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ സാർ. അപ്പോൾ മറ്റ് ട്രെയിനിങ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും, ഷംനയ്ക്ക് എനിക്ക് ഞാൻ മുൻപ് തന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് പഠിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ, അതോ നോമ്പൊക്കെ ആയതുകൊണ്ട് തൽക്കാലം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്? എന്താണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ? ഒന്നും ആയിട്ടില്ല. ഓക്കെ. നോമ്പായതുകൊണ്ട് പെൻഡിങ്ങിലാണ്. ഓക്കെ. അപ്പോൾ അത് എത്രയും വേഗം തന്നെ നോമ്പ് കഴിഞ്ഞിട്ട്. ഓക്കെ. ഇത് നോമ്പ് തീരുന്നത് 10-11 ഏപ്രിൽ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തെ ഒരു ടാർഗറ്റ് ആയിട്ട് വയ്ക്കുക, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഏതോ ഒരു പാട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊന്ന് നോക്കുക, നോക്കിയിട്ട് ഏപ്രിലിൽ ഒരു പാട്ട് പഠിക്കുക, മെയ് 1 അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. പ്രദീപിന്റെ അപ്ഡേഷൻ എന്താണ്? പ്രദീപ് എത്രാമത്തെ ലെസണാണ് ഏറ്റവും ഒടുവിൽ ചെയ്തത്? ഹലോ. പ്രദീപ് ഏത് ലെസണാണ് ചെയ്തത്? ഞാൻ ബേസിക് ഫസ്റ്റ് ആണ് സാറേ ചെയ്തത്. ഓക്കെ. ഡേ 1 ആണോ ചെയ്തത്? ഇന്നലെയാണോ ജോയിൻ? ഡേ 1 ചെയ്തത്. അതെ. ജോയിൻ ചെയ്തിട്ട് ഒരു ദിവസമായിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും ഫസ്റ്റ് ടൈം കേൾക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി 1-2 അത്യാവശ്യ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്, ബാക്കിയുള്ളവർ ഓൾറെഡി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. ബട്ട് സ്റ്റിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രൈഡേ മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കാരണം യു ആർ എ പാർട്ട് ഓഫ് വോക്കൽ കെയർ ഫാമിലി. അതുകൊണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാം. നിങ്ങൾ പഠിക്കുന്ന പാട്ടുകളുടെ അപ്ഡേഷനൊക്കെ ഇതിനകത്ത് പറയാം. നിങ്ങളുടെ ഒരു മ്യൂസിക് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഇനി ഇന്ന് അത്യാവശ്യം പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. അത് ഞാൻ പ്രസന്റ് ചെയ്തതിന് ശേഷം ഒടുവിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ട്രെയിനിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരും നേരത്തെ ജോയിൻ ചെയ്തവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പുതിയ അപ്ഡേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുറേ അപ്ഡേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടാഗ് മാംഗോ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് എല്ലാ ലെസണും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ വാട്സപ്പ് ചാറ്റ് സപ്പോർട്ടിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238241968 ആണ്. ഇപ്പോൾ ചിലർ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്, ചിലർ വേറെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരൊറ്റ ഫോൺ നമ്പറിൽ മാത്രമാണ് നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്നത്, പേഴ്സണൽ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് 6238241968. ഈ നമ്പർ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് നിങ്ങൾ
നമ്പർ സേവ് ചെയ്യുക. നമ്മുടെ സപ്പോർട്ട് എടുക്കാനായിട്ട് ട്രെയിനിങ് സപ്പോർട്ടിനും ടെക്നിക്കൽ സപ്പോർട്ടിനും എല്ലാം ഒരു നമ്പർ തന്നെയാണ്. ശരിക്ക് ഈ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ അസൈൻമെൻറ്റ് അയക്കേണ്ടുന്നത്, നിങ്ങളുടെ ഹോംവർക്കുകൾ അയക്കേണ്ടുന്നത്, സ്കോർ ബോർഡ് അയക്കേണ്ടുന്നത്. ഇതെല്ലാം ഈ നമ്പറിൽ മാത്രമായിരിക്കണം. ഈ നമ്പറിലാണ് ഞാൻ ആക്സസബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ളത് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പാണ്. ടെലഗ്രാമിൽ വോക്കൽ കെയർ ഫാമിലി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ട്രെയിനിങ് അപ്ഡേറ്റ്സ് വരും. പുതിയ ഓഫറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാകില്ല. പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് വെനസ്ഡേ എൻ്റെ ഒരു ഫോൺ നമ്പർ, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫോൺ നമ്പറിൻ്റെ ആക്സസ് എനിക്ക് നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആ നമ്പർ എനിക്ക് വാട്സപ്പിൽ കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി വന്നപ്പോൾ ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ, വോക്കൽ കെയർ ഫാമിലി എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ അവർ മെസ്സേജ് ഇട്ടു. അപ്പോൾ വീണ്ടും എന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായി കഴിഞ്ഞാൽ വോക്കൽ കെയറിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ തരാൻ പറ്റിയ ഒരു സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്സപ്പിന് എന്തെങ്കിലും പറ്റിയാൽ then ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുക, അതിനകത്ത് അപ്ഡേഷൻ ഉണ്ടാകും. അപ്പോൾ ടെലഗ്രാമിലെ വോക്കൽ കെയർ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങളിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എന്നോട് പറയുക, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. മൂന്നാമത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. ടാഗ് മാംഗോ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പ് അത് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ അല്ല. പിന്നെ അതിനകത്ത് ഇപ്പോൾ 300 എത്രയോ പേര് ഉണ്ട്. പല സമയങ്ങളിലായിട്ട് പല പർപ്പസിനായിട്ട് തുടങ്ങിയ ടെലഗ്രാം ഗ്രൂപ്പിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഓപ്പൺ അല്ല എല്ലാവർക്കും വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനായിട്ടും, നിങ്ങളെ യൂട്യൂബ് വീഡിയോസോ നിങ്ങളുടെ അപ്ഡേഷനോ ഒക്കെ ചെയ്യാനായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഉപയോഗിക്കുക. അത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ മെസ്സേജ് എന്ന് പറയുന്ന സെക്ഷനിൽ കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണ്. അത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കമ്മ്യൂണിറ്റി ഉപയോഗിക്കുക. അപ്പോൾ വാട്സപ്പ് ചാറ്റ് സപ്പോർട്ട് ഞാനുമായിട്ട് പേഴ്സണൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്വിക്കായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന മറ്റുള്ളവരെ പരിചയപ്പെടാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കമ്മ്യൂണിറ്റി. പിന്നെ ഡെയിലി സ്കോർ ബോർഡ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്തൊരു 1ാമത്തെയും 2ാമത്തെയൊക്കെ ലെസൺ കഴിയുമ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ 1ാമത്തെ ലെസണിൽ തന്നെ ഡേ 1ൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഡേ 1ൻ്റെ വീഡിയോയുടെ ചാപ്റ്റർ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഒരു PDF ഫയൽ അവിടെ കാണും. അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു 5 കോപ്പി, ഒരേ പേജ് തന്നെയാണ്, 5ഓ 10ഓ കോപ്പി എടുത്ത് വയ്ക്കുക. അതൊരു സ്കോർ ബോർഡാണ്. നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ പ്രോഗ്രസ് എഴുതാൻ വേണ്ടിയിട്ട്, ആ സ്കോർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോർ ബോർഡാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത, ഇത് 5ാമത്തെ ലെസന് ശേഷമൊക്കെ മതിയാകും, പക്ഷേ ഇപ്പോൾ അത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത് എല്ലാ ദിവസവും എടുക്കുകയും എല്ലാ ദിവസവും ഇത് സ്കോർ ബോർഡ് മാർക്ക് ചെയ്തിട്ട് എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ നമ്പറിൽ തന്നെ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ അപ്ഡേഷൻ തരികയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആയിരിക്കാൻ പറ്റും. ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. ചോദിക്കാനും പറയാനും ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. പക്ഷേ എനിക്ക് എക്സസൈസ് എടുത്ത് ചെയ്ത് അതിൻ്റെ ഹോംവർക്ക് അയക്കണമെന്നുള്ളത് കൊണ്ട് ഒരു നിർബന്ധം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും നിങ്ങളിൽ വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഡെയിലി സ്കോർ ബോർഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കുക, കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഒരു ഫീച്ചറാണ് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്പോർട്സിലൊക്കെ അറിയാം, ഒറ്റയ്ക്ക് ജിമ്മിലൊക്കെ പോകാനായിട്ട് ചിലപ്പോൾ മടി തോന്നും. പക്ഷെ ഒരാൾ കൂടെ നമ്മളെ വിളിച്ചാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നാളെ 5 മണിക്ക് പോകാം, 2 പേരും പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് പോയാൽ ഒരുപക്ഷെ അത് വർക്കൗട്ട് ആകും. അങ്ങനെ എല്ലാ ദിവസവും ഒരു കൂട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്സാഹം കുറച്ചുകൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ ഈ 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് സെലക്ട് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ACC അക്കൗണ്ടബിലിറ്റി എന്നുള്ളതിൻ്റെ ACC എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഈ ചാറ്റ് സപ്പോർട്ടിൻ്റെ നമ്പറിലേക്ക് അയക്കുക. അപ്പോൾ ഞാൻ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്തും മൊത്തം 3 പേരെ ഉണ്ടാകൂ. നിങ്ങളും നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറും പിന്നെ ഞാനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അക്കൗണ്ടബിലിറ്റി പാർട്ണറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ടുള്ളവർ അത് ചോദിക്കുക, അത് മനസ്സിലാക്കിയിട്ട് അക്കൗണ്ടബിലിറ്റി പാർട്ണർ എന്ന് പറയുന്ന ഈ ഒരു സേവനം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഇതൊക്കെയാണ്
ഒരു ക്വിക്കായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിട്ട് ഈ ആഴ്ചയിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ എന്നുള്ളത്, നേരത്തെ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചിലരെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടുണ്ട്. ദയവായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആകുക. ഇപ്പം അത് എൻ്റെ അഡ്മിൻഷിപ്പിലല്ല, വോക്കൽ കെയർ എന്ന് പറയുന്ന പേരിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 2-3 ദിവസത്തേക്ക് മുമ്പ് ആ നമ്പറിൻ്റെ ആക്സസ് എനിക്ക് നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് വോക്കൽ കെയർ Q&A എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന് ഇനി വോക്കൽ കെയറുമായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നില്ല. വേറെ ആരോണ് അതിനകത്ത് അഡ്മിൻ ആയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പോസ്റ്റിങ്ങിനോ അതിനകത്ത് വരുന്ന ഡിസ്കഷനോ വോക്കൽ കെയർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വോക്കൽ കെയറുമായി കണക്ട് ചെയ്യുന്ന നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക. ദയവായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആരാണെന്ന് എനിക്ക് പേഴ്സണലി ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു അപ്ഡേഷനാണ് ഈ ആഴ്ച പറയാനായിട്ടുള്ളത്. പിന്നെ മറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമുക്ക് ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വേറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ നമ്പറിൽ നിന്നോ ഈ ടെലഗ്രാമിലും എനിക്ക് മെസ്സേജ് ചെയ്താൽ ഒരുപക്ഷെ എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരൊറ്റ നമ്പർ മാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരൊറ്റ നമ്പർ മാത്രമാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്, അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിൽ നിന്ന് മാത്രം മെസ്സേജ് ചെയ്യുക. മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ദയവായിട്ട് ട്രെയിനിങ് സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആവശ്യത്തിന് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരാനായിട്ട് എനിക്ക് കഴിയില്ല. സ്കാറ്റേർഡ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്വറീസും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഒറ്റ നമ്പറിലേക്ക് തന്നെ, നേരത്തെ പറഞ്ഞ ആ ഒറ്റ നമ്പറിലേക്ക് തന്നെ അയക്കുക. ദെൻ മറ്റൊരു കാര്യം, ഒരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള നിലയ്ക്ക് മെസ്സേജസിന് റിപ്ലൈ ചെയ്യാനും മറ്റുമൊക്കെ എമിൽ എന്ന് പറയുന്ന വേറൊരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ജോബ് കിട്ടി. അദ്ദേഹം വോക്കൽ കെയറിൽ നിന്ന് ലീവ് ചെയ്തു. അപ്പോൾ വൈഫാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അല്ലെങ്കിൽ വൈഫും ഇതിലാരെങ്കിലും ഒരാളായിരിക്കും നിങ്ങളുടെ മെസ്സേജ് ഒരുപക്ഷെ വാച്ച് ചെയ്യുന്നതും അതിന് റിപ്ലൈ തരുന്നതും. ദയവായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ വച്ചേക്കുക. നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തവർ ഹായ് മെസ്സേജ്, ഹലോ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ ഹായും ഹലോയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് മെസ്സേജ്, ട്രിഗർ മെസ്സേജ് ഞാൻ എൻ്റെ വാട്സപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഹായ് അടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ എന്ന് വിചാരിച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് വെൽക്കം മെസ്സേജ് നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്ങിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർ ഹായും ഹലോയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജിൽ എന്താണോ നിങ്ങളുടെ ട്രെയിനിങ് സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അപ്ഡേറ്റ് എന്ന് എന്നോടൊന്ന് പറയുക. അപ്പോൾ വീണ്ടും ആ ഒരു വെൽക്കം മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് സെൻഡ് എ വോയിസ് മെസ്സേജ് ഓർ യുവർ സ്കോർ ബോർഡ്, നിങ്ങളുടെ സ്കോർ ബോർഡോ മെസ്സേജോ എന്താണ് മാറ്റർ എന്ന് വ്യക്തമായിട്ട് പറയുക. അതല്ലാതെ നിങ്ങളൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ഹലോ വെൽക്കം ടു വോക്കൽ കെയർ 1 hour ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള സമയമാണ്. മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ട്രെയിനിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. സാർ, എന്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വന്നു, നിഷ. ഓ, വെരി ഗുഡ്. നിഷ, ഹായ്. ഓക്കെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് മിനി ആൻഡ് നിഷ, നിങ്ങളുടെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കാം. സാർ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ സാറ് ഇല്ല, ഞാനും രമണിയും മാത്രമേ ഉള്ളൂ. അതെ. അതെന്തോ സാറെന്തോ ഇതിനിടയ്ക്ക് ആക്സസ് കിട്ടിയില്ല, സാർ അതിന്ന് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോ അതിനിപ്പോ രണ്ടാമത് ഇത് വരുന്നുണ്ടോ? ഞാനൊരു പുതിയ നമ്പർ എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സിന്റെ ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയൊരു നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ വോക്കൽ കെയറിന്റെ നമ്പറിൽ തന്നെ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ആ പുതിയ നമ്പർ ഞാൻ തരാം. അപ്പോൾ നിങ്ങളിൽ ആരാണോ അഡ്മിൻ അയാൾ എന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, പുതിയ നമ്പറിലേക്ക്. ഓക്കെ, നമ്പർ ആഡ് ചെയ്യണം. ഞാനാണ് അഡ്മിൻ വരുന്നത്. അപ്പൊ ഞാൻ ആ നമ്പർ സാർ ആഡ് ചെയ്യാം അതിൽ. അതെ, അതിപ്പോ ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്, നിർമ്മല, നിങ്ങളുടെ ഗ്രൂപ്പിന്റെ നമ്പർ എത്രയാണ്? 8 ആണോ? PC 06 08 ആണെന്ന് തോന്നുന്നു. 08 6 ആണ്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഓക്കെ 08 ആണ്. അപ്പൊ നോക്കിയിട്ട് എന്നെ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ നമ്പർ തരാം.
ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ആ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ ഈ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണല്ലോ അല്ലെ? സാർ ഒരു കാര്യം കൂടിയുണ്ട്. ആ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പറ്റുന്നില്ലല്ലോ സാർ. യു ആർ വെൽക്കം. എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനകത്ത് ടെക്സ്റ്റ് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് യൂട്യൂബ് ആ. ലിങ്ക് ചെയ്യാമല്ലോ. അത് തന്നെ യൂട്യൂബ് ലിങ്ക് അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് പാടിയിട്ട് അതിലൊന്ന് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാറിനോട് ചോദിച്ചത്. അപ്പൊ സാർ അതിന് റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് സ്കിപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു അത്. കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. ആ. ഇതല്ലേ നമ്മുടെ കോഴ്സ് വരുന്നത്. മെസ്സേജ് അതെ. വരും. അതിനകത്ത് ഈ ഇതിന്റെ താഴെ ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് കാണുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് മൊബൈലിൽ എടുക്കുമ്പോഴും കിട്ടുന്നുണ്ടോ സാർ? ഇങ്ങനെ കിട്ടുന്നുണ്ട്. കിട്ടും. ആ. എന്നിട്ട് നമ്മുടെ ഫയൽ ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ അതിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ഓഡിയോ ഫയലാണോ വീഡിയോ ഫയലാണോ ഡോക്യുമെന്റ് ആണോ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കണ്ടായിരുന്നോ? അതിൽ വരുന്നില്ല, അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അതൊന്നും കാണുന്നില്ല അതില്. വേറെ ആർക്കെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇതിവിടെ ആരോ എനിക്ക് ഓഡിയോ ഫയൽ അയച്ചിരിക്കുന്നല്ലോ, രാധാകൃഷ്ണൻ. പക്ഷെ ഓഡിയോ ഞാൻ ഫയൽ ഇന്ന് എന്തായാലും ഒന്നും കൂടി ഓഡിയോ വീഡിയോ എന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും കാണുന്നേ ഇല്ല. ഞാൻ കുറെ നോക്കിയായിരുന്നു, അത് ഒന്നും കാണുന്നില്ല. ഓൺലി നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും മാത്രമേ ഇത് പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ അന്ന് സാറിനോട് സംശയം ടെക്സ്റ്റ് ചോദിച്ചിരുന്നു. മെസ്സേജ് അയക്കാമെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ അയക്കാമായിരിക്കുമല്ലോ. അത് പറ്റുന്നില്ല. ഞാനൊരു പാട്ടൊന്ന് പാടി വെറുതെ ഇടാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അത് അല്ല, അത് പറ്റുന്നില്ല. ആക്സസ് ഓപ്പൺ ആണ്. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും എൻകറേജ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇടണം എന്ന്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ഇതിന്റെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പൊ എനിക്ക് വരുന്ന ആ ഒരു ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സാറിന് സ്ക്രീൻഷോട്ട് അതിനകത്ത് അലൗഡ് ആണെന്ന് പറ്റും തോന്നുന്നില്ല. വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ഇതിപ്പോ പറ്റില്ല. ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം സാർ. അയച്ചു തന്നാണ്. അപ്പൊ അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് അതൊന്ന് സാർ വരുത്തണമെങ്കിൽ പറഞ്ഞു. ഞാനത് നോക്കാം. ചിലപ്പോൾ എൻ്റെ സെറ്റിങ്സിൽ അഡ്മിൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ഒരുപക്ഷെ വർക്കിംഗ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനും ഒന്ന് ചെക്ക് ചെയ്യാം എൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാറേ. പറയൂ. സാറേ, ഞാൻ 2 ദിവസമായുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വേണമായിരുന്നു. ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ACC എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 1 മണിക്കൂർ, ഒരു 11 മണിക്കുള്ളിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ ക്ലിയർ ആയിരിക്കും. ശരി സാറേ, ശരി. ഓക്കെ സാർ, ഞങ്ങൾക്ക് ഇത് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വന്നതിന് ശേഷം ഭയങ്കര ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങും. ഓക്കെ അങ്ങനെയൊക്കെ. ഇപ്പൊ ഡേ 11ലേക്ക് 10 കഴിഞ്ഞു, 11 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓ ഗുഡ്. സ്കോർ ബോർഡൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ രണ്ടുപേരും? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നിഷ ഓക്കെ ആണോ? ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഈ 11 ലെസൺ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ലെവലെങ്കിൽ ഇപ്പൊ കൂടി തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എനിവേ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു സാർ. നെക്സ്റ്റ് വീക്കും വളരെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന, താങ്ക് യു സാർ. നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്ന, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വീക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. ഓക്കെ, Okay, താങ്ക് യു sir. സാർ. Thank you. താങ്ക് യു.